രാവിലെ മുതൽ ഏതാണ്ട് 8 മണി മുതലാണ് പമ്പാ നദിയിൽ സാമാന്യം നല്ല രീതിയിൽ ഒരു എണ്ണപ്പാട കണ്ടു തുടങ്ങിയത്. അത് പല മേഖലകളായിക്കോട്ടെ. ഇപ്പോൾ അത് കോഴഞ്ചേരി ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആദ്യം നാട്ടുകാർ പറഞ്ഞ പേരൂച്ചാൽ ഭാഗത്താണ്, പമ്പാ നദിയിലെ പേരൂച്ചാൽ ഭാഗത്താണ് നിയന്ത്രണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തും. നമുക്ക് ആ മാഡത്തോട് ചോദിക്കാം. മാഡം, നമ്മളൊരു പ്രാഥമികമായ ഒരു പരിശോധന സാമ്പിളൊക്കെ ശേഖരിക്കില്ലേ? എന്താണ് കണ്ടപ്പോൾ എന്താണ് തോന്നുന്നത്? ഓയിലിൻ്റെ പ്രസൻസ് ഉണ്ടെന്നാണ് നമുക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നുന്നത്. എന്തായാലും സയൻറ്റിഫിക്കായിട്ട് ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ തോത് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഇന്നലെ പടയണിപ്പാറ ഭാഗത്ത് ഒരു ലോറി മറിഞ്ഞു, അവിടുന്ന് ഇന്ധനം ചോരുന്നു എന്നുള്ള തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ആളുകൾ രാവിലെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു പരിശോധന നമ്മൾ നടത്തിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്ന് നമുക്ക് ഇന്ന് ഒരു ന്യൂസ് കിട്ടി. നമ്മൾ ഈ സ്പോട്ടിൽ തന്നെ ഇങ്ങോട്ട് പോരുകയായിരുന്നു. നമ്മളേതായാലും ചെക്ക് ചെയ്തിട്ട് പറയാം. ഡീസലിൻ്റെ സാന്നിധ്യമാണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? കണ്ടു പറയാൻ പറ്റത്തില്ല, ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ. ടെസ്റ്റ് ചെയ്തിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, തീർച്ചയായും അതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മലിനീകരണ നിയന്ത്രണ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. റാന്നി MLA പ്രമോദ് നാരായണൻ്റെ നേതൃത്വത്തിൽ രാവിലെ തന്നെ കൃത്യമായ രീതിയിലുള്ളൊരു ആളുകളെയൊക്കെ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് കൃത്യമായ രീതിയിൽ തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ. ഇത് പമ്പാ നദിയാണ്, അതുകൊണ്ട് തന്നെ നിരവധി കുടിവെള്ള പദ്ധതികളുള്ളതാണ്, ചെറുതും വലുതുമായിട്ടുള്ളത്. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു പുഴയാണ്. പോരാത്തതിന് പുണ്യനദി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പുഴയാണ്. കർശനമായ നടപടി വേണം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മറ്റ് തരത്തിൽ രാസമാലിന്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മലിനീകരണം നടത്തിക്കഴിഞ്ഞാൽ കർശനമായ നടപടി വേണമെന്ന് കർശനമായ നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ ഈ ഒരു ഘട്ടത്തിൽ ചെറിയ തോതിലൊരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിരവധി കുടിവെള്ള പദ്ധതികൾ ഉള്ള മേഖല തന്നെയാണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. ഇറിഗേഷൻ വകുപ്പിൻ്റെ പരിശോധന ഒരു ഭാഗത്ത് നടന്നു കഴിഞ്ഞു. അവർ രാവിലെ തന്നെ കൃത്യമായ രീതിയിലൊരു പരിശോധനയിലേക്ക് അവരും പോയിരുന്നു. എന്തായാലും ഇത് ഇന്ന് തന്നെ ഒരു ശാസ്ത്രീയമായ പരിശോധന, അതിന് വെള്ളമടക്കം ശേഖരിച്ചുകൊണ്ടുള്ളൊരു പരിശോധനയിലേക്ക് കടക്കുമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചിട്ടുള്ളത്. പ്രശാന്തിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.